നമസ്കാരം എംപവർ ഫാമിലി മെമ്പേഴ്സ്. ഹസീമാണ് വോയിസിൽ. നമുക്കറിയാം MFSൻ്റെ തുടക്കവും MFS ഇപ്പം നിലനിൽക്കുന്ന രീതിയും എല്ലാം തന്നെ. മെറ്റാഫോഴ്സ് എന്ന വലിയൊരു എക്കോസിസ്റ്റത്തിലെ ഒരു കാതലായ ഭാഗമാണ് MFS. ഫോഴ്സ് കോയിൻ കൊണ്ടുവന്ന രീതിയും MFSൻ്റെ തുടക്കവും 2023 ഏപ്രിലാണ് ആദ്യമായിട്ട് MFSൻ്റെ മൈനിങ് സ്റ്റാർട്ട് ചെയ്തത്. ടിയർ ലെവലുകൾ ആക്ടിവേഷൻ ചെയ്യുന്നതിലൂടെ, കോയിൻ സെറ്റ് ബൈ ചെയ്യുന്നതിലൂടെ, അഡീഷണൽ ഫോഴ്സ് കോയിൻ ബൈ ചെയ്യുന്നതിലൂടെ, ടീം ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ, ഡെൽറ്റയിൽ നമ്മൾ കണക്റ്റായി നിൽക്കുന്നതിലൂടെ, അതിൽ സ്പിൽ ഓവറായിട്ടും നമ്മൾ ടീം ഡെവലപ്പ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അവരൊക്കെ ടിയർ ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റിവാർഡ് പൊസിഷൻ പ്രകാരം അതിൻ്റെ പെർസെൻറ്റേജുകളൊക്കെ ആയിട്ടാണ് നമുക്ക് ഇക്കാലം അത്രയും ഫോഴ്സ് കോയിൻ കളക്ട് ചെയ്യാൻ പറ്റിയത്. 2024 ഏപ്രിലാണ് $0.25 സ്റ്റാർട്ട് ചെയ്തിരുന്ന MFSൻ്റെ പ്രൈസ് 2.77 എത്തിയിരുന്നത്. അപ്പം ഏതാണ്ട് മൈനിങ് അവസാനിപ്പിക്കുകയും ലിസ്റ്റിങ്ങിന് മുമ്പായിട്ടുള്ള കൺക്ലൂഷൻ സ്റ്റേജിലേക്ക് മൂവ് ചെയ്യുകയും ചെയ്തു. നമുക്കറിയാം, അതിൽ ഓൾമോസ്റ്റ് 6 സ്റ്റെപ്പിൻ്റെ സ്ട്രാറ്റജി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ 2 സ്റ്റെപ്പും കഴിഞ്ഞ് 3ാമത്തെ സ്റ്റെപ്പിൻ്റെ മൂവ്മെൻറ്റിലായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഇൻറ്റേർണൽ ഈ ആദ്യത്തെ 6 സ്റ്റെപ്പിൽ ആദ്യത്തെ പൊസിഷനിൽ തന്നെ ഇൻറ്റേർണലി P2Pയിലൂടെ നമുക്ക് ഫോഴ്സ് കോയിൻ ബൈ ചെയ്യാനും സെല്ല് ചെയ്യാനുള്ള ഒക്കെ ഓപ്ഷൻ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ശേഷം ഇൻ ബിറ്റ്വീനിൽ വെസ്റ്റിംഗ് സ്ട്രാറ്റജി കൊണ്ടുവന്നു. വെസ്റ്റിംഗ് സ്ട്രാറ്റജിയിൽ നമുക്ക് തന്നെ അറിയാം, കഴിഞ്ഞ ഒരു 3-4 ദിവസമായിട്ട്, മേ ബി ഒരാഴ്ചക്കുള്ളിലുള്ള ദിവസങ്ങളിലായിരുന്നു ഇതിൻ്റെ 2 സ്റ്റേജിൽ ആദ്യത്തെ സ്റ്റേജ് ഉണ്ടായിരുന്നത്. നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയുടെ 90% അത് ഹോൾഡായി നിൽക്കുകയും 10% സെല്ല് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുകയുമാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ ഇന്നലെ ഈവനിങ് തൊട്ടിട്ട്, ഇന്നലെ നൈറ്റോട് കൂടിയിട്ട് വെസ്റ്റിങ്ങിൻ്റെ 2ാമത്തെ സ്റ്റേജ് തുടങ്ങുകയും ചെയ്തു. വെസ്റ്റിങ്ങിൻ്റെ 2ാമത്തെ സ്റ്റേജ് എന്താണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ റെക്കോർഡിങ്ങും കമ്മ്യൂണിറ്റിയിലേക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടെ ഈ വീഡിയോ ചെയ്യുന്നത്, ഈ റെക്കോർഡിങ് ചെയ്യുന്നത്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കും എന്ന് വിചാരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ വെസ്റ്റിങ്ങിൻ്റെ 2ാമത്തെ സ്റ്റേജിൽ 5 താരിഫാണുള്ളത്. 5 താരിഫാണുള്ളത്. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമ്മൾ ടോട്ടൽ ഹോൾഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയെ 5 താരിഫിൽ നിന്ന് ഏതെങ്കിലും ഒരു താരിഫ് സെലക്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഇതിലേതെങ്കിലും ഒരു താരിഫ് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് താരിഫ് മാറ്റാനുള്ള ഓപ്ഷൻ ഇല്ല എന്നുള്ള കാര്യം, അതിൻ്റെ യാഥാർത്ഥ്യവും മനസ്സിലാക്കുക. പിന്നീട് ഒരിക്കലും നമ്മൾ ടെക്നിക്കൽ സപ്പോർട്ടിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടൊന്നും തന്നെ നമുക്ക് മാറ്റാനുള്ള ഓപ്ഷനും ഇല്ല. ഈ 5 താരിഫും എന്താണ്, അതെങ്ങനെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു കാര്യം മനസ്സിലാക്കുക, ഈ സ്ട്രാറ്റജി ഒരു സ്റ്റേക്കിംഗ് പ്രോസസ്സ് പോലെയാണ്. MFSൻ്റെ വില വളരെ വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാനും ഡിമാൻഡ് മാർക്കറ്റിൽ ഡെവലപ്പ് ചെയ്യാനും മുന്നോട്ട് മെറ്റാഫോഴ്സിൻ്റെ എൻ്റയർ എക്കോസിസ്റ്റം മുന്നോട്ട് പോകുമ്പോൾ ഈ ട്രസ്റ്റഡ് കമ്മ്യൂണിറ്റി ഹോൾഡ് ചെയ്യുന്ന MFSൻ്റെ വാല്യൂ വളരെ വലിയ രീതിയിൽ കൊണ്ടുപോകാനും വേണ്ടിയിട്ട് തന്നെയാണ്. ഈ സ്ട്രാറ്റജി അപ്ലൈ ചെയ്തതിന് ശേഷമാണ് പബ്ലിക്കിലേക്ക് ലിസ്റ്റിങ്ങിൻ്റെ പ്രോസസ്സിന് പോകുന്നത്. ഈ 5 പ്ലാൻ താരിഫ് എന്താണ് എന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൽ ഓരോ താരിഫും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, ഒന്ന് മനസ്സിലാക്കുക. ആദ്യത്തെ താരിഫ് എന്ന് പറയുന്നത്, നമ്മൾ ഒരു വർഷത്തേക്ക് നമ്മൾ കയ്യിൽ നിൽക്കുന്ന ഹോൾഡ് ചെയ്യുന്ന MFSനെ നമ്മൾ ഈ സ്റ്റേക്കിംഗ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ഈ താരിഫ് സെലക്ട് ചെയ്യുന്നതിലൂടെ ഒരു വർഷത്തേക്ക് അത് ഹോൾഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ആ ഒരു വർഷം അതിൻ്റെ ഇടയിൽ എത്ര ക്വാണ്ടിറ്റി വെച്ചിട്ട് നമുക്ക് റിലീസായി കിട്ടുകയോ ചെയ്യുന്നൊരു പ്രോസസ്സ് ഉണ്ടോ എന്നുള്ളതൊന്നും ഇന്നലെ വന്നത് മുതൽ ഈ സമയം വരെ അത് റിവീൽ ചെയ്തിട്ടില്ല. ഏതായാലും ഇതുവരെയുള്ള ഒരു ഡീറ്റെയിൽ പ്രകാരം ആദ്യത്തെ ഒരു വർഷം നമ്മൾ ഈ താരിഫ് സെലക്ട് ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയുടെ 30% നമുക്ക് ലോസ് ആയിട്ട് മാറും. എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് നമ്മളൊരു 1000 MFS ഹോൾഡ് ചെയ്യുന്ന ഒരാളാണ് എങ്കിൽ 30%-മായ 300 MFS നമുക്ക് നഷ്ടപ്പെടുകയും നമ്മളെ ബാലൻസ് ഉള്ള 700 MFS ആണ് നമ്മളെ കയ്യിൽ ബാക്കി നിൽക്കുകയും ചെയ്യുന്നത്. അത് ഈ ഒരു വർഷക്കാലം ഹോൾഡായിട്ട് നിലനിൽക്കുകയും അതിൻ ബിറ്റ്വീനിൽ ഒരു പക്ഷേ റിലീസ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവും. അല്ല എങ്കിൽ ഒരു വർഷം വരെ നമുക്ക് അത് ഹോൾഡ് ചെയ്ത് നിലനിർത്തേണ്ടി വന്നേക്കാം. അത് എനിവേ മുന്നോട്ടുള്ള ദിവസങ്ങൾ അതിൻ്റെ ക്ലാരിറ്റി കിട്ടുമെന്ന് വിചാരിക്കാം. ഏതായാലും താരിഫ് 1 എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയുടെ 30% നമുക്ക് നഷ്ടപ്പെടുകയും ബാക്കി 70% നമ്മളെ കയ്യിൽ നിൽക്കുകയും ചെയ്യും. എവിടെയാണ് ഈ 30% പോകുന്നത് എന്നുള്ളതും കൂടി കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ 1000 MFS ആണ് നമ്മളെ കയ്യിലുള്ളത് എങ്കിൽ അതിൻ്റെ 30% എന്ന് പറയുന്നത് 300 MFS ആണ്. ഈ 300 MFS മാറുന്നത് ഒരു റിവാർഡ് പൂളിലേക്കാണ്. എന്ന് പറഞ്ഞാൽ ആ 300 MFS മാറുന്ന റിവാർഡ് പൂളിലേക്കാണ്. റിവാർഡ് പൂളിലേക്ക് പോകുന്നതിന് മുമ്പ് ആ 300 MFSൻ്റെ 15%
ഉദാഹരണത്തിന് എടുക്കുന്ന ആ 300 MFSൻ്റെ 15% എന്ന് പറയുന്നത് 45 MFS ആണ്. ഈ 45 MFS ബേണായിട്ട് പോവുകയും ബാലൻസ് 85%മായി 255 MFS റിവാർഡ് പൂളിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഉദാഹരണത്തിന് 1000 പീസാണ് എങ്കിൽ 1000 MFS ആണ് നമ്മളെ കയ്യിലുള്ളതെങ്കിൽ ആ 300 പീസ് നമുക്ക് നഷ്ടപ്പെടുന്നു. പക്ഷേ ആ 300 പീസിൻ്റെ 15% അത് ബേണായി പോവുകയും ബാക്കി 85% റിവാർഡ് പൂളിലേക്ക് മാറുകയും ചെയ്യുന്നു. എങ്ങോട്ടേക്കാണ് റിവാർഡ് പൂൾ യൂസ് ചെയ്യുന്നുള്ളത് ഈ വോയിസിൻ്റെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും. താരിഫ് 2 നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ 2 വർഷമാണ് ഹോൾഡിംഗ് പ്രോസസ്സ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അവിടെ നമുക്ക് നഷ്ടപ്പെടുന്നത് താരിഫ് 1 30% ആണെങ്കിൽ താരിഫ് 2 അതായത് 2 വർഷം നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് നഷ്ടപ്പെടുന്നത് 15%. അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എക്സാമ്പിൾ 1000 MFS ആണ് നമ്മളെ കയ്യിലുള്ളതെങ്കിൽ 150 MFS ആയ 15% നമുക്ക് ലോസ് ആവുകയും ആ 150 MFSൻ്റെ 15% എന്ന് പറയുന്നത് 22.5 MFS അത് ബേണായി പോവുകയും ബാക്കിയുള്ള 128.5 MFS റിവാർഡ് പൂളിലേക്ക് മാറുകയും ചെയ്യും. ഇതാണ് താരിഫ് 2 എന്ന് പറയുന്നത്. അവിടെ ഈ 2 വർഷത്തിനിടയിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് വരും ദിവസങ്ങൾക്ക് നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ ഇതാണ് അതിൻ്റെ ബേസ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി താരിഫ് 3 ആണെങ്കിൽ അത് ബൈ ഡിഫോൾട്ടാണ്. നമ്മൾ ഇവിടെ ഒരു ചേഞ്ചസും വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിലും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എല്ലാവരുടെയും അക്കൗണ്ട് പോയി നിൽക്കുന്നത് താരിഫ് 3-ലാണ്. താരിഫ് 3-ൽ നമുക്ക് നഷ്ടം വരുന്നില്ല, നമുക്ക് ലാഭവുമില്ല. ആദ്യത്തെ താരിഫിലും രണ്ടാമത്തെ താരിഫിലും നമുക്ക് 30% 15% വെച്ചിട്ട് സെലക്ട് ചെയ്യുന്ന താരിഫ് ബേസ്ഡ് ഓൺ നമുക്ക് ലോസ് വരുന്നുണ്ടെങ്കിൽ താരിഫ് 3-ൽ 3 വർഷമാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. പക്ഷേ അവിടെ നമുക്ക് ലാഭവുമില്ല, നഷ്ടവുമില്ല. നമ്മൾ ഹോൾഡ് ചെയ്യുന്ന മുഴുവൻ ക്വാണ്ടിറ്റിയും അവിടെ ഈ ഒരു സ്റ്റേക്കിംഗ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് 3 വർഷത്തിൻ്റെ താരിഫിൽ കയറി നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു മാറ്റവും വരുത്തുന്നില്ലെങ്കിൽ നമ്മൾ താരിഫ് 3-ലാണ് എന്ന് മനസ്സിലാക്കാം. ഇനി താരിഫ് 4 സെലക്ട് ചെയ്യുന്നതെങ്കിൽ അത് 4 വർഷത്തെ സ്റ്റേക്കിംഗ് പ്രോസസ്സാണ്. ഇവിടെ ലോസ് ഒട്ടുമില്ല, പക്ഷേ ലാഭമുണ്ട് താനും. എന്ന് പറഞ്ഞാൽ താരിഫ് 1-ഉം 2-ലും നഷ്ടപ്പെടുത്തിയ ആളുകളുടെ ആ ക്വാണ്ടിറ്റി റിവാർഡ് പൂൾ എന്ന് പറയുന്നത് ഈ താരിഫ് 4-ലും അതേപോലെ പറയാൻ പോകുന്ന താരിഫ് 5-ലുമുള്ള ആളുകൾക്ക് റിവാർഡായിട്ട് കൊടുക്കാനുള്ളതാണ്. ആ 4 വർഷത്തെ താരിഫ് സെലക്ട് ചെയ്യുന്നതോട് കൂടിയിട്ട് അവർ നേരത്തെ ആ റിവാർഡ് പൂൾ എന്നുള്ളതിൻ്റെ 30% എത്രയാണോ, അതായത് ടോട്ടൽ റിവാർഡ് പൂളിലേക്ക് വന്നിരിക്കുന്ന ക്വാണ്ടിറ്റിയുടെ 30% ഈ താരിഫ് 4 ഹോൾഡ് ചെയ്യുന്ന ആളുകൾക്ക് റിവാർഡായിട്ട് പ്രോ റാറ്റ ബേസിൽ കിട്ടേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ അവർ ഹോൾഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റി അവരുടെ അതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് അവർക്ക് ആ ഒരു പെർസെൻറ്റേജ് ഓഫ് ക്വാണ്ടിറ്റി റിവാർഡായിട്ട് കിട്ടുന്നത്. ആ ഒരു 4 വർഷം സെലക്ട് ചെയ്യുന്ന ആളുകൾക്കുള്ളതാണ്. എന്നാൽ താരിഫ് 5 സെലക്ട് ചെയ്യുന്നതെങ്കിലും അവിടെയും ലോസ് ഇല്ല, ലാഭം തന്നെയാണ്. ആ ടോട്ടൽ റിവാർഡ് പൂളിലുള്ള 30% താരിഫ് 4 പോയതെങ്കിൽ ബാക്കിയുള്ള 70% കിട്ടുന്നത് ഈ താരിഫ് 5 സെലക്ട് ചെയ്യുന്ന ആളുകൾക്കാണ്. നമ്മൾ താരിഫ് ഏതാണോ സെലക്ട് ചെയ്യുന്നതോട് കൂടിയിട്ട് അതിൻ്റെ സ്മാർട്ട് കോൾ വന്നിട്ട് അത് അത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് മാറ്റം വരുത്താൻ പറ്റില്ല എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് നമ്മൾ ഈ താരിഫ് സെറ്റ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങളൊന്ന് നോക്കുക. ഇവിടെ നമ്മൾ മെറ്റാഫോഴ്സിൻ്റെ ഇൻ്റർഫേസ് തുറന്നു കഴിഞ്ഞാൽ മുകളിലുള്ള മെനു ഓപ്പൺ ആക്കി കഴിയുമ്പോൾ നമുക്കിവിടെ കാണാം ഹോമിന് ശേഷം സർവീസ് എന്ന രണ്ടാമത്തെ ഓപ്ഷൻ. ഈ സർവീസ് എന്ന രണ്ടാമത്തെ ഓപ്ഷൻ തുറന്നു കഴിഞ്ഞാൽ മുകളിൽ ടാക്ടൈൽ ഗെയിം ആപ്പ്, രണ്ടാമത്തത് യുണൈറ്റ് ഗെയിം ആപ്പ്, മൂന്നാമത്തത് റോയാലിറ്റി, നാലാമത്തെ ഫോഴ്സ് കോയിൻ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. ഈ ഫോഴ്സ് കോയിൻ എന്ന പേജ് സെലക്ട് ചെയ്യുന്ന സമയത്ത് പേജ് ഓട്ടോമാറ്റിക്കായിട്ട് ലോഡ് ആകുകയും ഈ ഫോഴ്സ് കോയിനെ കുറിച്ചുള്ള പേജുകൾ വരികയും എവിടെയാണ് പ്രൈസ് നിൽക്കുന്നതെന്നും ഒരു ഡായ്ക്ക് എത്ര MFS കിട്ടുമെന്നുള്ളതും ഇപ്പോൾ എത്ര MFS ഹോൾഡേഴ്സാണ് ഉള്ളതെന്നും ടോട്ടൽ സപ്ലൈ ക്വാണ്ടിറ്റി നമുക്ക് തന്നെ അറിയാം. ടോട്ടൽ 58.5 ക്രോസെന്നും ബേണിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം 42.2 ക്രോസിലാണ് നിൽക്കുന്നതെന്നൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. താഴേക്ക് മൂവ് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും യുവർ ബാലൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ബാലൻസ് എന്ന് പറയുന്നത് 1179 ഫോഴ്സ് കോയിൻ ഇപ്പം നമുക്ക് സെല് ചെയ്യാൻ പെർമിഷൻ ഉള്ള ക്വാണ്ടിറ്റിയാണ്. ഇതിപ്പം എൻ്റെ ഒരു പേജുമായിട്ട് റിലേറ്റഡ് ആണ്. രണ്ടാമത്തത് വെസ്റ്റിംഗ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയുടെ 90% നമുക്ക് ഇപ്പോൾ നിലനിൽക്കുന്ന 90% വെസ്റ്റിങ്ങിലാണുള്ളത്. മൂന്നാമത്തെ ഫണ്ടിങ് പൂൾ സൈസിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരിക്കുന്ന 1 ഇയർ വെസ്റ്റിംഗ് താരിഫ് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. 30% ലോസിനെ കുറിച്ച് പറയുന്നതും ബാക്കിയുള്ള റിമൈനിങ് 70% MFS അവൈലബിൾ ആകുമെന്നുള്ള കാര്യം. അത് താരിഫ് 2 ആണെങ്കിൽ ആ താരിഫ് 2 എന്നുള്ള വെസ്റ്റിംഗ് താരിഫ് എടുക്കുന്ന സമയത്ത് 15% ലോസ് എന്ന് വരുന്നതും, താരിഫ് 3 ആണെങ്കിൽ അത് 3 വർഷത്തേക്കുള്ള താരിഫിൽ ബൈ ഡിഫോൾട്ടായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് കിടക്കുന്നതാണ്. നമ്മളൊന്നും തന്നെ ചെയ്തിട്ടില്ല എങ്കിലും നമ്മൾ ഈ താരിഫിലാണ് നിൽക്കുക എന്നുള്ളത് മനസ്സിലാക്കുക. താരിഫ് 4 സെലക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഏറ്റവും മുകളിലായിട്ട് 20,246 MFS നിലവിൽ താരിഫ് 4 പൂളിലേക്ക് വന്നിരിക്കുന്നത്. താരിഫ് 5 വന്നിരിക്കുന്നത്
11,75,154 MFS ഓൾറെഡി ആ താരിഫ് 5-ൽ വന്ന് കിടക്കുന്നുണ്ട് താനും. അപ്പം ആ ഒരു ക്വാണ്ടിറ്റിയാണ് ഈ പറഞ്ഞ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് റിവാർഡ് പൂളുന്നു നമുക്ക് റിവാർഡായിട്ട് 5 വർഷം കഴിയുന്ന സമയത്ത് കിട്ടേണ്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഈ താരിഫ് ഹോൾഡ് ചെയ്യുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒരു ക്വാണ്ടിറ്റി ഇത്ര ദിവസങ്ങൾക്കിടയിൽ ഇത്ര ക്വാണ്ടിറ്റി നമുക്ക് സെല് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങൾ അറിയാൻ പറ്റും. നിലവിൽ ഈ സ്ട്രാറ്റജി നമ്മൾ സെലക്ട് ചെയ്യൽ നിർബന്ധമാണ്. ഓട്ടോമാറ്റിക്കായിട്ടുള്ള ആ 3 ഇയറിൽ നമ്മൾ ബൈ ഡിഫോൾട്ട് വന്ന് നിൽക്കുന്നതാണ്. നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ പോലും അതവിടെ നിൽക്കും. നമ്മൾ സെലക്ട് ചെയ്തിട്ട് മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലേതെങ്കിലും ഒരു താരിഫ് 1 or 2 അല്ലെങ്കിൽ താരിഫ് 4 or 5 സെലക്ട് ചെയ്തുകൊണ്ട് സ്മാർട്ട് കോൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതാണ്. നിലവിൽ ഞാനൊരു ചേഞ്ചസും വരുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ബൈ ഡിഫോൾട്ടിൽ നിൽക്കുന്നത്. ഞാനിതിൻ്റെ തീരുമാനം എടുത്തിട്ടില്ല. നിങ്ങൾ ഓരോ ആളുകളും നിങ്ങളെ ഓൺ MFS ആണ്. ഇതിൻ്റെ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതും ഇത് ഹോൾഡ് ചെയ്താൽ എന്ത് ഗുണമാണ് ഭാവിയിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതെന്നുള്ളത്. കാരണം ഇതൊരു കാര്യം സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് മാക്സിമം ഡിമാൻഡ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് ലിസ്റ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് പെട്ടെന്നൊന്നും സെല്ല് ചെയ്യാതെ നല്ല രീതിയിൽ ആ സ്റ്റേക്കിംഗ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ഹോൾഡ് ചെയ്യുന്ന ആളുകൾക്ക് കൃത്യമായ റിവാർഡ് കിട്ടുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇത്രയും പറഞ്ഞതിൽ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കമ്മ്യൂണിറ്റിയിൽ നിന്നുകൊണ്ട് തന്നെ അതേ ഗ്രൂപ്പിൽ നിന്നുകൊണ്ട് തന്നെ ചോദിക്കാം, അന്വേഷിക്കാം. കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തുകൊണ്ട് തന്നെ മനസ്സിലാക്കാം. റിലീസ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ മറ്റൊരു വീഡിയോയുമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു സോ മച്ച്.